ലേഡി മാഗ്നറ്റിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കോളർ ചുരിദാർ. നമ്മൾ ഒരു ബേസ് ആയിട്ടുള്ളൊരു കോളർ പഠിച്ചു. ഇത് വേറൊരു ടൈപ്പ് കോളർ ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നതിനെ പറ്റി മനസ്സിലാക്കാം. 2.5 മീറ്റർ ഒരു തുണി വാങ്ങിയതാണ്. പിന്നെ 4 ആയിട്ട് മടക്കിയത്. ഇപ്പോൾ ഇങ്ങനെ മടക്കിയിടാം. പക്ഷേ ഈ ലൈൻസൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ക്രോസായി വരുമ്പോൾ നമുക്ക് കുറച്ച് തടി തോന്നിക്കും. അപ്പോൾ ഇങ്ങനെ ലൈൻസ് ആകുമ്പോൾ കുറച്ച് ശരീരം ഒതുങ്ങിയ പോലെ തോന്നും. അതിന് നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തു. ഇത് 42 ഇഞ്ച് ഉണ്ട് വീതി. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കാം നമുക്ക്. ഇതിൽ ഞാൻ 4 ആക്കി മടക്കിയിട്ടു. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ 6 മതി. 3/4 ഇഞ്ച് കൂട്ടി നമ്മൾ 6.25 എടുക്കണം. കോളറിന് 3/4 ഇഞ്ച് ഷോൾഡർ കൂട്ടിയെടുക്കണം. ഇവിടെ നമ്മൾ 6.5 എടുക്കും. ഇനി നാച്ചുറൽ വേസ്റ്റ് 13.5, ബ്രസ്റ്റ് 9.5, സീം അലവൻസ് 1.5. ഇത് മാർക്ക് ചെയ്യുക. ഈ നാച്ചുറൽ വേസ്റ്റ് നമുക്ക് 9. സീം അലവൻസ് 1.5. ഇനി ഓപ്പൺ കൊടുക്കുന്നത് 20 ഇഞ്ചിന്. 20 വെച്ചാണ് നമ്മൾ ഓപ്പൺ വയ്ക്കുന്നത്. അവിടെ നമുക്ക് 10.5. ഇവിടെ 1 ഇഞ്ച് കൂടുതലെടുത്താൽ മതി. ഇനി ഇത് ജോയിൻ്റ് ചെയ്യുക. ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ളതും ഇത് കട്ട് ചെയ്യാനുള്ളത് ലൈനും. ഇതിൻ്റെയൊക്കെ അളവ് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ചുരിദാറിൻ്റെ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഇതിൽ കോളർ വയ്ക്കുന്നത് മാത്രമാണ് കാണിച്ചു തരുന്നത്. ഇവിടെ എത്രയാണോ വന്നത് അതിൻ്റെ 1 ഇഞ്ച് കൂട്ടി അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടി താഴെ എടുക്കുക. ഇപ്പോൾ 12 വന്നു. 13.5 താഴെ എടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നെക്ക് നമുക്ക് 3 ഇഞ്ചാണ് അകലം വേണ്ടത്. 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ ക്യാൻവാസ് വെച്ച് കഴുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കോളർ കട്ട് ചെയ്യുക. പിന്നെ കട്ട് ചെയ്തെടുക്കുക. ഇവിടുന്ന് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തൂങ്ങിക്കിടക്കാതിരിക്കാൻ ഒരു 1/2 ഇഞ്ചിന് കട്ട് ചെയ്ത് കളയുക. സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്താൽ മതി. ക്യാൻവാസിൽ നമ്മൾ ആ കഴുത്തിൻ്റെ അകലം കണക്കാക്കി മാർക്ക് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു നെക്കാണ് വെക്കുന്നത്. ഈ നെക്ക് പിന്നെ ഇവിടെ ഓപ്പൺ കൊടുക്കാനുള്ള ഇതെടുത്ത് വേറൊരു പീസിൽ ഇതിനെ അടിച്ച് പിടിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ
ടോപ്പ്. നമുക്ക് ഫ്രണ്ടും ബാക്കൊക്കെ ഒരേ മാതിരിയാണ്, കൈയൊന്നും കുഴിച്ച് നമ്മൾ കട്ട് ചെയ്യണില്ല. എന്നിട്ട് ഇതിൽ നെക്ക് പിടിപ്പിക്കും, ഫ്രണ്ട് നെക്ക്. ഇനി നമുക്ക് ഇവിടേക്കാണ് അടിച്ച് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഒരു പല്ല ഈ അകലം വിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫുഡിൻ്റെ. എന്നിട്ട് ഇതിലേക്ക് വീമാരി അടിച്ചു കൊണ്ടുവരിക. തിരിച്ചതുപോലെ ഇത് ഈ ഇവിടേക്ക് അകലം, ഈ സെൻറ്ററിൽ നിന്ന് കുറച്ച് അകലം വിട്ട് അടിച്ചെടുക്കുക. ഇനി നമ്മൾ നെക്ക് വരച്ചേ കൂടെ അടിച്ചെടുക്കുക. ഇനി നെക്കിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ മറിച്ചിട്ട് കൊടുക്കുക. ഇവിടെ സ്റ്റിച്ച് ഇതുവരെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ കഴുത്തിനെ പതിച്ചടിക്കുക. നമ്മൾ ഇവിടെ പതിച്ചടിക്കുമ്പോൾ ഇങ്ങനെ ഒരു പീസ്, ഇങ്ങനെ മാർക്ക് ചെയ്ത പീസിന് ഇതിൽ വെച്ച് കൊടുക്കുക. നമുക്ക് ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ ആ വരച്ച ഭാഗത്ത് കൂടെ ഇതിനടിച്ചെടുക്കുക. നമുക്കിവിടെ പതിച്ചടിക്കുമ്പോൾ ഇവിടെ ഒരു ചുളിവും ഇല്ലാതിരിക്കും. എന്നിട്ട് പിന്നെ ഇനി ഈ പീസ് വേണ്ട, ഓപ്പൺ വെച്ച പീസ് വേണ്ട, അല്ലാതെ ഈ സൈഡ് കഴുത്തടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിതവിടെ പീസും വെച്ച് കഴുത്തടിച്ചെടുത്തു. ഇവിടെ അയൺ ചെയ്ത് നമ്മളത് ശരിയാക്കി എടുക്കണം. ഇനി ബാക്ക് നെക്ക്. ബാക്ക് നെക്ക് നമ്മൾ ഒരു 1/2 ഇഞ്ചിന് ക്രോസ് ചെയ്ത് ആ കഴുത്ത് ഭാഗം കട്ട് ചെയ്യണം. കഴുത്ത് മാർക്ക് ചെയ്ത് അവിടെ ഒരു 1/2 ഇഞ്ചിന് കട്ട് ചെയ്ത് കളയണം. അത് ഞാൻ പഴയ നെക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ 2 ഷോൾഡറും തമ്മിൽ ജോയിൻ്റ് ചെയ്യുക. അടുത്ത ഷോൾഡറും ജോയിൻ്റ് ചെയ്യും. ഇനി ഇത് അളന്നിട്ട് വേണം നമ്മുടെ കോളർ മാർക്ക് ചെയ്യാൻ. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് അളന്ന് ഈ പോയിന്റ് വരെ, ഇതുവരെയാണ് കോളർ വയ്ക്കേണ്ടത്. നമുക്ക് കട്ട് ചെയ്യണം നോക്കാം. കഴുത്തിൻ്റെ ഈ പോയിന്റിൽ നിന്ന്
റൗണ്ടായിട്ട് അളന്നെടുക്കുക. അപ്പോൾ 13.4 വരുന്നത്. ആ നീളത്തിൽ വേണം നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കാൻ. 13.4 കിട്ടി. അപ്പോൾ അതിൻ്റെ പകുതി 6 ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ നെക്ക് വേണ്ടത്. അടിത്തുമ്പ് ഒരു 1/4 ഇഞ്ച് കണക്കാക്കിയിട്ട് അത് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ അന്ന് എടുത്ത പോലെ തന്നെ 1.25 ഇഞ്ചിന് അല്ലെങ്കിൽ 1.5 ഇഞ്ചിന് കോളർ എടുക്കുക. ഇവിടെ ചെറുതായിട്ടൊരു 2 സൈഡിലേക്കും 1/4 ഇഞ്ച് എടുത്തിട്ട് ഒരു ചെരിവ് വരച്ചു കൊടുക്കുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുക്കുക. അത് നോക്കിയിട്ട് ഈ കോളർ കട്ട് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ നെക്ക് സെൻറ്ററിൽ നിന്ന് ഇതുവരെ അടിച്ച് പോകുമ്പോൾ ഈ കൂടുതലുള്ളത് ശരിയാവും. നമുക്കിനി കോളർ അടിച്ച് കഴുത്ത് സെറ്റ് ചെയ്യാം. ഇനി കോളർ നമുക്ക് സൈഡ് അടിച്ച് ജോയിൻ്റ് ചെയ്യാം. അടിച്ച് നമ്മൾ താഴ്ഭാഗമല്ല, ആ കേവ് എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെയാണ് നമ്മൾ അടിക്കുന്നത്, മുകൾ ഭാഗത്ത്. ഇതിൽ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. കോളർ കറക്റ്റായിട്ട് നിൽക്കും. ഞാൻ ഇപ്പോൾ ക്യാൻവാസൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡ്, ഇതിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു 1/4 ഇഞ്ചിന് ചുറ്റും അടിച്ച് വരും. ഇനി നമുക്ക് ഇത് പതിച്ചടിക്കണം. നമ്മളിവിടെ മടക്കി അടിച്ചില്ലേ, ഒരു ഫോൾഡ് ഇത് ഈ അടിച്ചതിന് നമുക്ക് ഒരു പതിച്ചടി കൊടുക്കണം. അതിപ്പോൾ വേണമെങ്കിലും അടിക്കാം, ഇനി കോളർ വെച്ചതിന് ശേഷം അടിച്ചാലും മതി. ഇനി കോളറിൻ്റെ ഉൾവശത്ത്, ചുരിദാറിൻ്റെ ഉൾവശത്താണ് നമ്മളിത് വെക്കുന്നത്.
സെൻറ്ററിൽ വെച്ച് ചുരിദാറിൻ്റെ നെക്കും കോളർ പീസ് രണ്ടും സെൻറ്റർ മാർക്ക് ചെയ്തത് ഒപ്പം വെച്ചിട്ട് ഒരു സൈഡിലേക്ക് അടിച്ചെടുക്കുക. നമ്മൾ ചുരിദാറിൻ്റെ ചീത്ത വശത്താണ് ഇപ്പോൾ കോളർ അടിക്കുന്നത്. ഇനി അടുത്ത സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നല്ല സൈഡിലേക്ക് കോളറിനെ അടിച്ചെടുക്കുക. നല്ല സൈഡിലേക്ക് അടിക്കുമ്പോൾ ഈ ഉള്ളിലേക്ക് എല്ലാ തുമ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ഇത് പകുതിക്കേ നിൽക്കുള്ളൂ, ബാക്കി ഈ നെക്ക് ഇങ്ങനെ നിൽക്കും. ഇന്ന് എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.